കാസർഗോഡിന്റെ MLA എന്നെ നെല്ലിക്കുന്നടക്കമുള്ള ജനപ്രതിനിധികളെ, രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരെ, ഈ ടോൾ വിരുദ്ധ പോരാട്ടത്തിൽ പങ്കാളിത്തം വഹിച്ചിട്ടുള്ള കാസർഗോഡ് ജില്ലയിലെ പ്രിയപ്പെട്ടവരെ, ഇന്ത്യയുടെ പാർലമെന്റിലാണ് ഇന്ത്യയുടെ ഗതാഗത മന്ത്രിയുടെ പ്രസംഗം നമ്മളെല്ലാവരും കേട്ട ആളുകളാണ്. 60 കിലോമീറ്ററിൽ ഒരു ടോൾ എന്ന് പ്രഖ്യാപിച്ചത് ഇന്ത്യയുടെ പാർലമെന്റിൽ ഇന്ത്യയുടെ ഗതാഗത മന്ത്രിയാണ്. കേരളത്തിന്റെ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് നഷ്ടങ്ങളും സഹിച്ചുകൊണ്ട് ഈ പദ്ധതിയുമായി സഹകരിച്ച ജനങ്ങളാണ് മഞ്ചേശ്വരം മണ്ഡലക്കാരും കാസർകോട്ട് ജില്ലയിലെ ജനങ്ങളും. ഇപ്പോഴും നൂറ്റാണ്ടുകളായി സഞ്ചരിച്ച സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട മേഖലകൾ ഒരു ഫുട് ഓവർ ബ്രിഡ്ജിന് വേണ്ടി പിഡിയുടെ മുമ്പിൽ, ആറയുടെ മുമ്പിൽ യാചന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരിക്കാട് കടവത്തടക്കമുള്ള, മാവിനക്കട്ട അടക്കമുള്ള സ്കൂളുകളുടെയും കോളേജിന്റെയും മുറ്റങ്ങളടക്കമുള്ള തലപ്പാടി മുതൽ ഈ ജില്ലയുടെ അങ്ങേയറ്റം വരെ ഫുട് ഓവർ ബ്രിഡ്ജിന് വേണ്ടി കാത്തു നിൽക്കുന്ന സമയത്ത് ധൃതി പിടിച്ച് ആരോടും ആലോചിക്കാതെ DDCയിൽ 5 MLA ശക്തമായി പ്രതിഷേധിച്ചിട്ടും MP ശക്തമായി പ്രതിഷേധിച്ചിട്ടും ഇല്ലീഗലായി ടോൾ സ്ഥാപിക്കാനുള്ള ശ്രമവുമായിട്ടാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ കോടതിയെ സമീപിച്ചു, രാഷ്ട്രീയത്തിന് അതീതമായി ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. 1ഉം 2ഉം 3ഉം സമരം നടന്നു. ഇന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയോട് ഞാൻ ഈ മണ്ഡലത്തിന്റെ MLA എന്ന നിലയ്ക്ക് കാസർകോട്ട് MLA അടക്കമുള്ള ജനപ്രതിനിധികളെ നിർത്തി എന്റെ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ നിർത്തിക്കൊണ്ട് പ്രഖ്യാപിക്കുന്നു, 20-22 കിലോമീറ്ററിനിപ്പുറം ഈ ടോള് ഒരു കാരണവശാലും ഞങ്ങൾ തുറക്കാൻ. ഞങ്ങളുടെ ഈ പോരാട്ടം ശാന്തമാണ്. ഇനി ഒരു പോരാട്ടം ഞങ്ങൾ പ്രഖ്യാപിക്കും. നാളെയുടെ കോടതി വിധിക്ക് ശേഷം മഞ്ചേശ്വരത്തെ എല്ലാ വീട്ടുകാരും ഈ റോഡിൽ അണിനിരക്കും. ബന്ധപ്പെട്ട ആളുകൾക്ക് ഈ ടോള് പൂട്ടി മടങ്ങിപ്പോകുന്നത് വരെ സമരമുഖത്ത് ഞങ്ങൾ അണിനിരക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മഞ്ചേശ്വരക്കാരും കാസർകോട്ടുകാരായ ഞങ്ങൾ അക്രമകാരികളല്ല. ഞങ്ങൾ എല്ലാവരും കൊടിയുടെ നിറം നോക്കാതെ ഈ അനീതിക്കെതിരെയാണ് ഇവിടെ ഒന്നിച്ചു നിന്നിട്ടുള്ളത്. അപ്പോഴും ഞങ്ങൾക്കൊരു വേദനയുണ്ട്. ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയാണ് BJP. അവരുടെ പ്രതിനിധികൾ ഈ സമരവുമായി സഹകരിക്കുന്നില്ല. നിങ്ങൾ കള്ളനും പോലീസും കളിക്കുന്നുവെങ്കിൽ മഞ്ചേശ്വരത്തെ ജനങ്ങൾ BJPക്കാർക്കും പാഠം പഠിപ്പിക്കുമെന്നാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്. ഞാനൊരു കാര്യം പ്രഖ്യാപിക്കുന്നു, ഞങ്ങളുടെ സമരത്തിന്റെ സൂചനയാണ് ഇവിടെ നൽകുന്നത്. ഇനിയുള്ള സമരം